ആർത്തവ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന വിശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണം ഊർജവുമായി ബന്ധപ്പെട്ടതാണ്. ഹൈന്ദവ സങ്കല്പമനുസരിച്ച് ക്ഷേത്രങ്ങൾ പ്രാണപ്രതിഷ്ഠയിലൂടെയും പൂജകളിലൂടെയും ഉയർന്ന ദൈവിക ഊർജം നിലനിർത്തുന്ന സ്ഥലങ്ങളാണ്. ഈ ഊർജത്തിന്റെ ഗതി എപ്പോഴും മുകളിലേക്കാണ്. ഇത് ഭക്തർക്ക് ആത്മീയമായ ഉണർവ് നൽകാൻ സഹായിക്കുന്നു. എന്നാൽ ആർത്തവ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിലെ അപാനവായു എന്ന പ്രാണൻ വളരെ സജീവമായിരിക്കും. ഇതിന്റെ ധർമ്മം ശരീരമാലിന്യങ്ങളെ പുറന്തള്ളി ശുദ്ധീകരിക്കുന്നതിനാൽ ഊർജ്ജപ്രവാഹം സ്വാഭാവികമായും താഴോട്ടായിരിക്കും. ഈ രണ്ട് വിപരീത ഊർജ്ജങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മുകളിലേക്കുള്ള ഊർജ്ജപ്രവാഹവും സ്ത്രീയുടെ ശരീരത്തിലെ താഴോട്ടുള്ള ഊർജ്ജപ്രവാഹവും തമ്മിൽ ചേരാതെ വരും. ഇത് സ്ത്രീയുടെ സ്വാഭാവിക ശാരീരിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ക്ഷേത്രത്തിലെ സൂക്ഷ്മമായ ഊർജ്ജ സന്തുലിതാവസ്ഥയെ ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഇതൊരു വിവേചനമായി കാണുന്നതിലുപരി സ്ത്രീയുടെ ആരോഗ്യത്തെയും ക്ഷേത്രത്തിന്റെ പവിത്രതയെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ക്രമീകരണമായാണ് പരമ്പരാഗതമായി ഇതിനെ വിശദീകരിക്കുന്നത്.